ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇല്ലേ? അതെ. ഇന്ന് നമ്മൾ അമ്മയെ ഓഡിഷൻ ചെയ്യാണ്. ഞാനാണ് ഡയറക്ടർ. അപ്പൊ ഞാൻ കൊടുക്കുന്ന സന്ദർഭങ്ങളെല്ലാം അമ്മ പൊളിയായിട്ട് ചെയ്യണം ഇല്ലയോ? എന്താ എന്താ ഇന്നലെ ഒരു പടത്തിനകത്ത് അഭിനയിക്കാൻ പോയി. എന്താ വന്ന അത് കഴിഞ്ഞ പിന്നെ വലിയ ഗമേ എന്നെ അവർ ഓഡിഷൻ ചെയ്ത പോലെയല്ല അമ്മയെ ഞാനിന്ന് ഓഡിഷൻ ചെയ്യും. അമ്മ നല്ലൊരു നടിയാണോ എന്ന് നമുക്ക് ഇന്ന് കണ്ടറിയാം. ഇതുവരെ ഞാൻ അഭിനയിപ്പിച്ച ഒന്നും ചെയ്യണം. ആര് പറയും ഓഡിഷൻ ചെയ്യും? ഓഡിഷൻ അല്ല, ഓഡിയേഷൻ അല്ല, ഓഡിഷൻ ഇന്ന് ഓഡിഷൻ. അമ്മയ്ക്ക് ഇന്ന് കാസ്റ്റിംഗ് നമ്മുടെ കാസ്റ്റിംഗ്. അമ്മയ്ക്ക് ഫസ്റ്റ് കൊടുക്കുന്ന റോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മരണ വീട്ടിൽ അമ്മയ്ക്ക് അറിയാവുന്ന ഒരാൾ മരിച്ചു കിടക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. അപ്പൊ അമ്മ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് 1 ലക്ഷം രൂപ തരാനുള്ള ഒരാൾ നടന്നു വരുന്നു. അമ്മ അപ്പൊ അതും വേണം, ഇവിടെ കരയുകയും വേണം. അങ്ങനല്ല, കരഞ്ഞുകൊണ്ട് പൈസ ചോദിക്കുകയും വേണം. അതായത് ഇപ്പൊ ഇങ്ങനെ കരയുക, എന്റെ എന്തുവാ അങ്ങനെ ആ ഒരു സാധനം കോമഡി ആയിട്ട് അത് എങ്ങനെ അമ്മ ചെയ്യുന്നു എന്നാണ് സംഭവം നമുക്ക് നോക്കുന്നത്. ഓക്കെ, അത് അമ്മ ചെയ്ത് കഴിഞ്ഞിട്ട് നന്ദു ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ ചെയ്യും. ഇന്ന് എല്ലാരെയും നമ്മൾ ഓഡിഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഒരു ഐസ്ക്രീം. എത്ര രൂപയുടെ തന്നല്ലേ രാവിലെ? ഓക്കെ, ഡീൽ. ഇതാണ് ചത്ത ആള്. അമ്മയ്ക്ക് അമ്മയുടെ അകന്ന ഒരു റിലേറ്റീവ്. അപ്പൊ ഇത് ചാവുന്ന അത് ഞാനായിരിക്കും പൈസ തരുന്ന ആള്. പൈസ അമ്മയ്ക്ക് തരാനുള്ള ആളാ വരുന്നത്. അപ്പൊ അമ്മ ഒരു 5 സെക്കൻഡ് കരയ കേട്ടോ. അപ്പൊ നമ്മ ആക്ഷൻ പറയാൻ തുടങ്ങിക്കണേ. ആക്ഷൻ. എന്നെ ഇട്ടു പോയില്ലയോ എന്റെ ദൈവമേ, എന്നാ അയ്യോ എന്റെ പൊന്നെ, എന്നെ ഇട്ടു പോയില്ലയോടോ. ഞാൻ എങ്ങനെ സഹിക്കും എന്റെ ദൈവമേ. അപ്പൊ ആണ് വരുന്നത് കേട്ടോ. ഞാനിങ്ങനെ പൈസക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ അല്ലമ്മേ അഭിനയിക്കുമ്പോ ഒരു ഇതുണ്ട്. ഞാൻ അങ്ങനല്ല, ഞാൻ പറയുമ്പോ ഇങ്ങനെ എന്റെ അണ്ണം പറഞ്ഞായിരുന്നു നീ പൈസ കൊണ്ട് തരുമെന്ന്, എന്താടാ പൈസ, അങ്ങനൊക്കെ ഒരു ഇപ്പൊ ഞാനാണല്ലോ അഭിനയിക്കുന്നത്. ഇങ്ങോട്ട് ചെയ്യ അങ്ങോട്ട് എന്തോ അഭിനയിക്കുവാ. ആളുകൾ വരുമ്പോ വലിയ ജാടയിടാൻ മാത്രം അറിയാലോ, അങ്ങോട്ട് അഭിനയിച്ച്. മനസ്സിലായില്ലയോ? ഫുൾ ഇത് വേണം, അല്ലാതെ അങ്ങനെ പൈസ ഇവൻ പറഞ്ഞായിരുന്നു നീ കള്ളനാ എന്നിട്ട് നിനക്ക് പൈസ തന്നില്ലടാ, അങ്ങനൊക്കെ കൈന്നിടണം. അപ്പം വീണ്ടും ആക്ഷൻ. കരഞ്ഞു. അയ്യോ എന്റെ എന്റെ പൊന്നച്ചോ, എന്നെ ഇട്ടു പോയില്ലയോ എന്റെ ദൈവമേ. മോനെ കിഴങ്ങ് മെഴുക്ക് പുരട്ടി കരിഞ്ഞെന്ന് തോന്നുന്നു. അഭിനയിക്കാൻ എന്റെ ഭഗവാനേ. എന്നോട് അന്നേനെ പറഞ്ഞതാ ഇവന് പൈസ കൊടുക്കരുതെന്ന്, നിനക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ. ഇതിപ്പം കണ്ട അനുഭവമായി വന്നേക്കുന്നു. അയ്യോ എന്റെ പൊന്നേ, അന്നേരെ പറഞ്ഞതാ അവന് പൈസ കൊടുക്കല്ലേ ഇത്. ഞാൻ എന്തോ ചെയ്യുവോ എന്റെ ദൈവമേ. അപ്പൊ തന്നെ അവിടുന്ന് വേറൊരാൾ വന്ന് അമ്മയുടെ ആങ്ങളെയാണ്. അപ്പൊ അമ്മയുടെ വസ്തുവും കൂടെ പുള്ളിയുടെ പേരിൽ എഴുതിയേക്കുന്നത്, അതും കൂടെ ചോദിക്കണം. അപ്പൊ അതെങ്ങനെ അമ്മ കൺവേ ചെയ്യും? വരുന്ന എന്റെ വസ്തു എല്ലാം എഴുതി മേടിച്ചിട്ടാ വന്ന് നടക്കുന്നത്. എനിക്ക് തരേണ്ടത് അതെല്ലാം അവൻ എഴുതി മേടിച്ച്. എനിക്കിപ്പോ ഒന്നുമില്ലേ എന്റെ ദൈവമേ. എടാ നീ എങ്കിലും എന്റെ പൈസ താടാ. എന്തിനാടാ ഇങ്ങനെ വന്ന് നിക്കുന്നത്? എല്ലാം നീ എഴുതി മേടിച്ചില്ലയോ? മതി. എന്തെങ്കിലും സമയം കിട്ടിയപ്പോ വായിക്കാതെ എന്തെങ്കിലും എടുത്തിട്ട് തിന്നെ. ഇപ്പൊ മനസ്സിലാവും നമുക്ക് ഈ ശരിക്കുള്ള വീട്ടിലെ കോമഡി താരം ആരാണ്. അടുത്ത അച്ഛനാണ് റോൾ കൊടുക്കാൻ പോകുന്നത്. കമ്മോൺ അച്ഛാ, അച്ഛനാണ്. അപ്പൊ അച്ഛാ, ഇത് അച്ഛന്റെ വേണ്ടപ്പെട്ട മരിച്ചു കിടക്കുന്നത്. അപ്പൊ അച്ഛന് 1 ലക്ഷം രൂപ 2 ലക്ഷം തരാനുള്ള ഒരാൾ വരുന്നത്. അച്ഛനെങ്ങനെ സെറ്റ് ആക്കും. അച്ഛനാണ് ഇത്തവണ ഇരിക്കുന്നത്, അമ്മയാണ് കാശ് കൊടുക്കാനുള്ള ആള്. അപ്പൊ അമ്മ വരുമ്പം അച്ഛൻ ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ അമ്മ ഒരിക്കലും കാശ് കൊടുക്കത്തില്ല. അമ്മ പറ്റീര, അമ്മ കറക്റ്റ് പറ്റീരും. അപ്പൊ അമ്മ അങ്ങനെയാണ് അഭിനയിക്കാൻ. അപ്പൊ ഓക്കെ, കമ്മൺ ഇരിക്കും. ആദ്യമേ സങ്കടപ്പെട്ട് അച്ഛൻ ഇരിക്കണ്ട.
അതാ സങ്കടം. സങ്കടം. അച്ഛന്റെ അകന്ന ബന്ധുവിൽ ആരാണ്ട് മരിച്ചു കിടക്കുക. സങ്കടപ്പാ. ഞാൻ എന്താ പറയണം? സങ്കടം ഒരാൾ മരിച്ചു കിടക്കുമ്പോ അടുത്തിരിക്കുന്നത് എങ്ങനെയാ? അപ്പൊ ഇത് പിടിക്കണേ കടവ്. നീ പോയല്ലോടാ. അയ്യോ ബോഡി വല്ലൊരു അല്ല അന്നേരം ഞാൻ അമ്മ വരുമ്പോ ഞാൻ എന്തോ ചോദിക്കണം പൈസ തരാൻ. അയ്യോ പൈസ ഞാൻ ചോദിക്കണം. പിന്നെ ആരാ ചോദിക്കേണ്ടത്? എന്നോട് പൈസ ചോദിച്ചു. എന്റെ പൈസ താടിന്ന് പറ. പൈസ താടി. എന്റെ പൈസ തരാനാ? അയ്യോ നീ പൈസ തരാനാ? ശ്രീകുട്ടൻ അയ്യോ എന്റെ ദൈവമേ. പൈസ മാറുണ്ട്. എന്റെ മേടിച്ച് പൈസ 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 ഇപ്പൊ തരും. 1,00,000 രൂപ പൈസ ഇപ്പൊ തരാം. അടുത്ത സംഭവം നമ്മൾ ഓടിക്കുന്നത് അമ്മ അച്ഛനും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയിക്കുമ്പോ അമ്മയുടെ പഴയ എക്സ് വരുമ്പം ലൈൻ വരുമ്പം അമ്മ എങ്ങനെ അയാളെ നോക്കുന്നൊക്കെ കേട്ടോ. ലൈൻ അതുപോലെ പഴയ കാമുകൻ. അപ്പൊ ഓക്കെ അവിടെ നടന്നു പോവാ. അവിടെ ഇങ്ങനെ സാധനം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ രണ്ടുകൂടല്ലയോ വരേണ്ടത്? ശ്രീകുട്ടനാണ് എക്സ്. ശ്രീകുട്ടനാ കാമുകൻ. അപ്പൊ ഞാൻ എങ്ങനെ അച്ഛൻ കാണുകയും ചെയ്യരുത്. അമ്മയുടെ നമ്പരും കൊടുക്കണം എക്സിന് വിളിക്കാൻ കേട്ടോ. ഹെവി ടാസ്ക്. അപ്പൊ ഞാൻ എങ്ങനെ ഫീൽ ചെയ്യണം? അച്ഛൻ ഒന്നും അറിയുന്നില്ല, കണ്ടുപിടിക്കുന്ന ഒന്നുമില്ല. അമ്മയുടെ അഭിനയിക്കണം. ഓക്കെ ആക്ഷൻ. അപ്പം ഇതാണ് നമ്മുടെ അഭിനയത്തിന്റെ. അപ്പൊ ഇത് പൊളിക്കണം. ഓ വേണ്ട നല്ല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം വിലക്കുറവാണല്ലോ സാധനത്തെല്ലാം. ഇതിന് നല്ല വില വരുമായിരിക്കും അല്ലേ? എടുത്താലോ അണ്ണാ? അതിനെന്താ വിലയാണെന്ന് ചോദിച്ചാ ഞാൻ നോക്കട്ടെ. ബോക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇത് LGയുടെ ആണോ? കൊള്ളാമല്ലോ കൊള്ളാമല്ലോ. 9 അണ്ണാ 9ാമത്തെ ഷെൽഫിൽ ഒന്ന് ഇതും കൊള്ളാമല്ലോ സാധനങ്ങളെല്ലാം. ഒരുപാട് സാധനങ്ങൾ ഐറ്റങ്ങളുണ്ടല്ലോ. ചോക്ലേറ്റ് ഐറ്റങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓ LG സെറ്റ്, മൈക്രോഫോണ് എല്ലാം ഉണ്ടല്ലോ. അണ്ണാ അത് കുനിഞ്ഞു നിന്നിട്ടാണ് ആ സവാള നല്ലതാണോ നോക്കിക്കേണ്ട. അതവിടെ പച്ചക്കറി അല്ല. പച്ചക്കറി സാധനങ്ങളൊക്കെ ആണല്ലോ. എന്തോ അണ്ണാ കൊച്ചുള്ളി ചത്താണോ നോക്കണ്ട. ഇതെടുക്കണ്ട. വെളുത്തുള്ളിക്ക് വില കൂടുതലെന്ന് പറയുന്നത്. രണ്ടിയാൾക്ക് എടുത്താലോ. ഇത് കൊള്ളാമല്ലോ സാധനങ്ങൾ. ബോക്സ് ഐറ്റങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പിന്നെ അണ്ണാ അത് നോക്ക്. പച്ചക്കറി എടുക്കണം. 100 രൂപയുടെ കിറ്റ് എടുക്ക്. 100 രൂപയുടെ അവിടെ നിന്ന് അവരോട് പറ 100 രൂപയുടെ കിറ്റ് തരാൻ പറ. അവരോട് പറ 100 രൂപയുടെ കിറ്റ് തരാൻ പറ. 100 രൂപ കിറ്റ് എടുക്ക് പച്ചക്കറി. പച്ചവെള്ളം എടുക്കേ. അണ്ണാ 100 രൂപയുടെ കിറ്റ് എടുക്കണ്ട. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ വാ. നമ്മുടെ കൂട്ടുകാരി നീ വന്നിരിക്കുന്നു. ഏതാടാ ഇത്? നീ അതല്ല. ഇപ്പഴേക്കും മനസ്സിലായി. പഠിച്ചാണോ? ഇത് ഭഗവതിപ്പുഴയുള്ള ആളാ അല്ലേ? വിളിക്കാം. എന്റെ ആരും അല്ലെങ്കിൽ പിന്നെ ആർക്കറിയാം. എന്തോ തപ്പുന്നത്? സാധനം എല്ലാം എടുത്ത് കഴിഞ്ഞു. ബില്ലടിക്കാൻ നിക്കാം. നോക്കട്ടെ. ഏതാ അവള്? ഇതോ
ഇതെന്റെ കൂടെ പഠിച്ചായിരുന്നു. ഞാൻ പേര് എന്ത് പേര്? അതിനെന്തോ ഇത്ര കടന്ന് വിറയ്ക്കുന്ന എന്തോ ഓമനെ പേരെന്തുവാ? എന്താ നിന്നെ കണ്ടിട്ടുണ്ട്? എന്റെ ഭാര്യ എന്റെ മുമ്പിൽ നിന്ന് കളിക്കുവോ ഉണ്ടോ? ചുമ്മാ അല്ല, ഇന്നലെ മുതലേ എപ്പോഴും പത്തിയൂര് പഞ്ചാര എടുക്കാൻ പോകുന്നത് ഇതിനായിരുന്നു. ഒത്തിരി പഞ്ചാര എടുക്കാൻ പോകുന്നത് ഇതിനായിരുന്നു. വേണ്ട സാധനമൊക്കെ ഒരുപാടുണ്ട്. കുറെ പേർക്ക് സാധനം മേടിച്ചിട്ടുണ്ട്. വിലക്കുറവാന്ന് തോന്നുന്നു. എനിക്കൊന്നും വേണ്ട, എനിക്ക് സാധനം ഒന്നും വേണ്ട. ഞാൻ നീ അവിടെ ആരുടെ കാലും കായും ഒക്കെ പിടിക്കുന്നുണ്ട്. ആരെ പിടിച്ചു? ഞാൻ കണ്ട എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് പോയത്. പോട്ടെ, അതിനാ നമ്മുടെ കൂട്ടുകാരി. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഓഡിഷൻ അടിപൊളിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം ബൈ.